السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാഹ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആനിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا أَنْ أَخْرِجْ قَوْمَكَ مِنَ الظُّلُمَاتِ إِلَى النُّورِ وَذَكِّرْهُمْ بِأَيَّامِ اللَّهِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِكُلِّ صَبَّارٍ شَكُورٍ. മൂസാ നബിയെ അയച്ചതുമായി ബന്ധപ്പെട്ട് അല്ലാഹു പ്രതിപാദിക്കുകയാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുമായി ആ സമൂഹത്തിലേക്ക് അയക്കുകയും ആ സമുദായത്തോട് നിങ്ങൾ വദക്കിർഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ ദിനങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു എന്ന്. അല്ലാഹുവിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്ന ദിവസങ്ങൾ ഏതാണ്? പടച്ച റബ്ബിന്റെ പ്രത്യേകമായ പരിഗണന കിട്ടിയ ദിവസം ഏതാണ്? അവരെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞ ദിവസം ഏതാണ്? മൂസാ നബിയോടാണ് അത് കൽപ്പനയെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ വ്യാപകമായ ഒരു വിശദീകരണവും ഹുക്കുമുമാണുള്ളത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അഭിപ്രായത്തിൽ ഉലമാക്കൾ പറഞ്ഞത് അയ്യാമുൻ നസ്രി വൽ ഔനിൽ ഇലാഹി, പടച്ച റബ്ബിൽ നിന്ന് ഗതകാലത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ മുർസലീങ്ങൾക്ക് ലഭിച്ച വലിയ സഹായം, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിച്ച വലിയ ഹെൽപ്പ്, അതിനെക്കുറിച്ചാണ് അല്ലാഹു നിങ്ങൾ ആ ദിവസങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. നമുക്കറിയാം, നജാത്തു നൂഹിൻ അലൈഹിസ്സലാത്തു വസ്സലാം വമൻ മഅഹു ഫിൽ ഫുൽക്ക്, 1000ഓളം വർഷക്കാലം സ്വന്തം ജനങ്ങളെ, സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അത്ര വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടും അങ്കുലി പരിമിതമായ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ബാക്കിയുള്ളവരൊക്കെ തന്നെ നോക്കി പുച്ഛിക്കുകയും അവമതിക്കുകയും മോശമായ വാക്കുകൾ പറയുകയും അവർക്ക് രക്ഷപ്പെടാനുള്ള, അവരുടെ രക്ഷക്കുള്ള വലിയ ഒരു കപ്പൽ നിർമ്മിക്കുമ്പോൾ വരെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കളിയാക്കുകയായിരുന്നു. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പൽ നിർമ്മിച്ച് അതിൽ തന്നോടൊപ്പമുള്ള ആളുകളെയും രക്ഷപ്പെടുത്തി. ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നജാത്തു ഇബ്രാഹിം അലൈഹിസ്സലാം മിനന്നാർ, തീകുണ്ടാരത്തിൽ എറിയപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിങ്ങൾ ഓർക്കണമെന്ന് പറയുന്നു. വനസ്റു മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അലാ ഫിർഔന വജുന്ദിഹി, ഫിർഔനിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും ബനൂ ഇസ്രായേലിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസത്തെ നിങ്ങൾ ഓർമ്മിക്കണമെന്ന് അല്ലാഹു പറയുന്നു. വന്തിസാറു നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബദർ, ബദറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾക്കെതിരെ ഐതിഹാസികമായ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ആ ദിവസങ്ങൾ വദക്കിർഹും ബിഅയ്യാമില്ലാ, അല്ലാഹുവിന്റെ ദിവസങ്ങളെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണം അങ്ങനെയാണ്. മറ്റൊന്ന് അയ്യാമുൽ ബലാഇ വൽ ഇഖാബിൽ ഇലാഹി, പടച്ച തമ്പുരാനിൽ നിന്ന് വലിയ ശിക്ഷകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസങ്ങളെയാണ്. ഹലാക്കു ആദിൻ വ സമൂദ്, ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് എത്തിയ വലിയ ശിക്ഷ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ അഅ്മാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ് അല്ലദീന ജാബു الصخر بالواد. ഖുർആൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അവരുടെ ചരിത്രങ്ങൾ. ആ ദിവസങ്ങളും അവർക്കെത്തിയ ശിക്ഷകളെ കുറിച്ചും നിങ്ങൾ ഓർമ്മിക്കണം.
അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ആ ദിവസം നിങ്ങൾ ഓർക്കണം. സ്വർഗ അനുരാഗികളായി ജീവിച്ച് സ്ത്രീകളെ ഒഴിവാക്കിയിരുന്ന ഒരു കൾച്ചർലെസ് ആയ ഒരു സമൂഹം, ആ സമുദായത്തെയാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരിടേണ്ടി വന്നിരുന്നത്. അവരെ തകർത്തു തരിപ്പണമാക്കിയ ദിവസങ്ങളെ നിങ്ങൾ ഓർക്കണം. മറ്റൊരു വിവക്ഷ പ്രകാരം നിങ്ങൾ അല്ലാഹുവിന്റെ പ്രത്യേക ദിവസങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിനെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെയും ഔദാര്യത്തിന്റെയും ദിവസങ്ങളെ നിങ്ങൾ ഓർക്കുക എന്നതാണ്. അതിൽ പ്രതിപാദിക്കുന്നത് നുസൂലുൽ മത്തർ വഇംബാതുസ് സറ വതസ്ഖീറുൽ കൗനി ലിഖിദ്മതി. മനുഷ്യന്റെ എല്ലാവിധ സഞ്ചാരങ്ങൾക്കും യോഗ്യമാക്കിക്കൊണ്ട് ഈ അണ്ടകടാഹത്തെ, പ്രപഞ്ചത്തെ അല്ലാഹു സംവിധാനിച്ചത്, മഴ വർഷിപ്പിച്ചത്, അതുപോലെ തന്നെ വിത്തുകൾ മുളപ്പിച്ചത്, അങ്ങനെ അല്ലാഹു നമുക്ക് നൽകിയ സംവിധാനങ്ങൾ, ആ ദിവസങ്ങളെ നിങ്ങൾ ഓർമ്മിക്കുക എന്നതാണ്. എന്തിനാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നത്? ചില ദിവസങ്ങളൊക്കെ നമ്മെ പിടിച്ചു കുലുക്കുകയും ചില ദിവസങ്ങളൊക്കെ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ പറഞ്ഞത് വദക്കിർഹും ബിഅയ്യാമില്ലാഹ്. എന്തിനാണ് ഈ ദിവസങ്ങൾ ഓർക്കുന്നത്? ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. അല്ലാഹു തആല പ്രത്യേകമായ സഹായങ്ങൾ നൽകിയ മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ വലിയ വലിയ മഹത്തുക്കളായ മുർസലീങ്ങൾ, അവരെ നേരിട്ടിടുന്ന ആളുകൾ, അവരെ അല്ലാഹു ഇല്ലായ്മ ചെയ്ത ദിവസങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ ആരും സഹായിക്കാനില്ലാത്തിടത്ത് അല്ലാഹുവിന്റെ സഹായം എത്തും നമുക്ക് ബോധ്യമാവുകയാണ്. ആരാലും സഹായിക്കാനില്ലാത്തിടത്ത് അല്ലാഹു നമ്മെ സഹായിക്കും. അന്തിമമായ വിജയം അത് അല്ലാഹു തആല നൽകുന്നത് മുഅ്മിനീങ്ങൾക്കാണ് എന്ന ഒരു ദൃഢവിശ്വാസം നമ്മിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സഹായകമാണ്. വദക്കിർഹും ബിഅയ്യാമില്ലാഹ്. അല്ലാഹുവിന്റെ ദിവസങ്ങളെ നിങ്ങൾ ഓർക്കണമെന്ന് അല്ലാഹു പറഞ്ഞതിന്റെ വിവക്ഷ നോക്കൂ സഹോദരങ്ങളെ. ബദറിൽ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരായുധരായ 313 സഹാബത്തുമാണ്. സർവസന്നാഹങ്ങളുള്ള സർവായുധ വിഭൂഷിതരായ ആയിരക്കണക്കായ ആളുകളെ നേരിട്ടത്. അവിടെ വിജയം വരിച്ചത് നിങ്ങൾ ഓർക്കണം. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ വലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾക്ക് അവിടെ വിജയം വരിക്കാൻ കഴിഞ്ഞത്. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ വിജയം വരിക്കാൻ കഴിഞ്ഞത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദിവസങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് അവന്റെ കിങ്കരന്മാരും ഈ ഭൂമിയിൽ നിന്നില്ലായ്മ ചെയ്യുന്നതിന് വലിയ തീക്കൊണ്ടാരം നിർമ്മിച്ച് അതിലേക്ക് വലിച്ചെറിയുമ്പോ അരുത് കാട്ടാള എന്ന് പറയാൻ ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. അരുതെന്ന് പറയാൻ തന്റെ കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, താൻ ആ നാട്ടിൽ നിന്ന് പരിചയപ്പെട്ട ആരൊക്കെയുണ്ടോ അവരാരും തന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എതിരെയാണ്, നാട്ടുകാരെതിരെയാണ്, കുടുംബക്കാരെതിരെയാണ്, എല്ലാം എതിരാണെന്ന് മാത്രമല്ല തന്റെ രാജ്യത്തെ ഭരണാധിപന്മാര് പോലും എതിരെയാണ്. ആരും ശബ്ദിക്കാനില്ല. ആ വലിച്ചെറിയപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കണം. ഒരു രോമത്തിന് പോലും പോടറേൽക്കാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ട ദിവസം നിങ്ങൾ ഓർക്കണം. വദക്കിർഹും ബിഅയ്യാമില്ലാഹ്. അതിങ്ങനെ ജനങ്ങളെ ഓർമ്മിപ്പിക്കണം. ഖുർആൻ പറയാണ് അതൊക്കെ ഇങ്ങനെ റിമൈൻഡറായി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർക്കണം. അതോർക്കുമ്പോ മാത്രമാണ് നമുക്ക് വിജയം വരിക്കാനുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും തന്നെ നമ്മൾ പരാജയപ്പെടില്ല എന്ന ഒരു ബോധവും ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നമ്മളെ മനസ്സിൽ നാം വിട്ടുമുളക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമല്ലേ സഹോദരങ്ങളെ മുഅ്മിനീങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. പേമാരി പോലെ ഇങ്ങനെ വർഷിക്കുകയാണ്, ഇടതടവില്ലാതെ ബോംബാർട്ട്മെന്റ് നടക്കുകയാണ്.
വെടിനിർത്തൽ കരാറിലേക്കാണെന്ന് പറഞ്ഞിട്ട് പോലും ഇന്നലെ രാത്രി വരെ, ഇന്നലെ വൈകുന്നേര സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരിൽ നിന്ന് കുട്ടികളടക്കം 57 പേരെയാണ് വധിച്ചത്. അല്ലാഹു തആല പടച്ച റബ്ബേ അവർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാഹ്. ഹുസൈന മുഅ്മിനീങ്ങൾക്ക് അന്തിമമായ വിജയം നീ നൽകണേ അല്ലാഹ്. ആലോചിച്ച് നോക്ക്, അവരെങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്. ഈ ദിവസങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അവരുടെ മനസ്സിലുണ്ട്. മാതാവ് നഷ്ടപ്പെടുന്നു, പാപ്പ നഷ്ടപ്പെടുന്നു, കുടുംബക്കാര് നഷ്ടപ്പെടുന്നു, തന്റെ ഭവനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അഭയാർത്ഥിയായി കഴിയേണ്ടി വരുന്നു, അവിടെ വരെ സ്വസ്ഥതയില്ലാതെ ജീവിക്കേണ്ടി വരുന്നു. എന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവരുടെ ഈമാൻ എങ്ങനെയാണ് ഓതിക്കാച്ചി അവരെല്ലാം തന്നെ സമ്പന്നമാക്കി വെക്കുന്നത്? എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ദിവസങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അല്ലാഹുവിന്റെ ദിവസങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. നേരെ മറിച്ച് അപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞങ്ങളെ സംരക്ഷിക്കാനുള്ള അയൺ ഡ്രോമുകൾ ഉണ്ട് എന്ന് പറഞ്ഞവർക്ക് തലക്കുമീതെ വന്ന വലിയ മിസൈലുകൾ ഇറാനിൽ നിന്ന് പതിച്ചപ്പോഴേക്ക് അവർ പരിഭ്രാന്തരായി കാല് പിടിക്കേണ്ടടുത്തൊക്കെ പോയി കാല് പിടിച്ച് വെടിനിർത്തലിലേക്ക് എത്തിച്ചതും എന്ന് മാത്രമല്ല, ആ രാജ്യത്തിലുള്ളവർ അവിടെ സ്വസ്ഥരല്ല, ബങ്കറുകൾ വരെ ഞങ്ങൾക്ക് സ്വസ്ഥത നൽകുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ചോടുകയാണ്, കംഫോർട്ട് സോൺ അന്വേഷിക്കുകയാണ്, ഓടണവരെ. എന്നാൽ ഇവിടെ പേമാരി പോലെ പെയ്യുന്ന ബോംബാർട്ട്മെന്റുകൾക്കിടയിൽ നിന്നും അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? അവരിൽ ഒരാൾ പോലും ഇസ്ലാമിനെ തള്ളി പറയുന്നില്ല. നിങ്ങൾ മുസ്ലിമായതിന്റെ പേരിൽ നിങ്ങൾ വധിക്കപ്പെടുകയാണല്ലോ, അവർക്കൊരു ചാഞ്ചല്യവുമില്ല. എങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ കഴിയുന്നത്? അതാണ് അവരെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ ദിവസങ്ങളെ നിങ്ങൾ ഓർക്കണം, ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഗതകാലത്ത് അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെ കഴിഞ്ഞു പോയവരുണ്ട്. ആ കഴിഞ്ഞുപോയ ആളുകൾ അവരൊരുപാട് പീഡനങ്ങൾ, പർവ്വങ്ങളേറിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അത് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം അല്ലാഹുവിൽ നിന്ന് പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനാണ് അല്ലാഹു അത്തരം ദിവസങ്ങൾ നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞു. മറ്റൊന്ന് അല്ലാഹുവിനെ ക്ഷമ ചെയ്യുന്ന ആളുകൾ, ക്ഷമിക്കുന്ന ആളുകൾ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ആളുകൾ, അവർക്ക് ആ ക്ഷമയും അതുപോലെ തന്നെ അല്ലാഹുവിനുള്ള കൃതജ്ഞതയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് രണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നതും അതുതന്നെയാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. അല്ലാഹുവിനെ ക്ഷമിക്കുന്ന നന്ദിയുള്ള ആളുകൾ, അവർക്കത് വലിയ ദൃഷ്ടാന്തമാണ്. ക്ഷമിക്കുന്ന ആളുകൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചോനെ മുസീബത്തുകൾ എത്തുമ്പോൾ നമ്മൾ ക്ഷമിക്കണം. ഏത് വലിയ മുസീബത്തും വലിയ വിപത്തുകൾ എത്തിയ ഗതകാലത്തുള്ളവർ അവർ ക്ഷമിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അത് ക്ഷമിക്കണം. അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ മനസ്സുള്ള ആളുകൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ദിവസങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്നത് ആ ദിവസങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്യാനാണ്. അങ്ങനെ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലാഹുവിന്റെ മാസം എന്ന് പ്രത്യേകമായി അല്ലാഹു എടുത്തു പറഞ്ഞ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന ശഹ്റുല്ലാഹിൽ മുഹറം എന്ന് പരിചയപ്പെടുത്തി തന്ന മുഹറമിലെ 10ാമത്തെ ദിവസം, മുഹറം 10, അത് ഐതിഹാസികമായ വിജയത്തിന്റെ ദിവസമാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാണുന്നത് ഖുറൈശികൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ജാഹിലിയ്യ കാലത്ത് ഖുറൈശികൾ വരെ നോമ്പെടുപ്പിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നോമ്പനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോന്നു. അങ്ങനെ മദീനയിൽ എത്തിയപ്പോൾ യഹൂദികൾ എത്തിക്കുകയാണ്. അവര് നോമ്പുകാരായിട്ട് ആശുറായിന്റെ ദിവസം നോമ്പനുഷ്ഠിക്കുന്ന യഹൂദികളോട് ചോദിച്ചു നബി തങ്ങൾ, നിങ്ങൾ എന്താണ് ഈ ദിവസം നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം? അവര് പറഞ്ഞു, ഇതൊരു മഹത്തായ ദിവസമാണ്.
അൻജല്ലാഹു ഫീ മൂസാ വഖൗമഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സമുദായത്തെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ഐതിഹാസികമായ വിജയം നൽകിയ ദിവസമാണ്. വഗറക ഫിർഔന വഖൗമഹു, ഫിർഔനിനെയും അവന്റെ ജനങ്ങളെയും അല്ലാഹു ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കിയ നാമാവശേഷമാക്കിയ ദിവസമാണ്. ഫസ്വാമഹു മൂസാ ശുക്റാ, മൂസാ നബി അതിന് ശുക്ർ രേഖപ്പെടുത്തി അല്ലാഹുവിന് നോമ്പനുഷ്ഠിച്ചു. ഫനഹ്നു നസൂമു, അത് കാരണം ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുകയാണ്. അപ്പൊ ആ ദിവസങ്ങൾ ഓർക്കൽ എങ്ങനെയാണ്? നോമ്പനുഷ്ഠിച്ചുകൊണ്ട്. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമുസാ അലൈഹിസ്സലാം, മൂസാ നബിയുടെ ഏറ്റവും ബന്ധപ്പെട്ടത് നിങ്ങളെക്കാൾ ഞാനാണ്, ഞങ്ങളെ സമുദായമാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കും എന്ന് മാത്രമല്ല, നിങ്ങളോട് എതിരാകുന്നതിന് വേണ്ടി അടുത്ത വർഷം ഞാൻ എങ്ങാനുണ്ടാവുകയാണെങ്കിൽ വരാൻ പോകുന്ന വർഷത്തിൽ അല്ലാഹു എനിക്ക് ആയുർദൈർഘ്യം നൽകിയാൽ 9-ാമത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നിബിധങ്ങൾ അടുത്ത വർഷം ഉണ്ടായില്ല, മരണം വരിച്ചു. അപ്പൊ 9-നും 10-നും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നാം ആ ദിവസത്തെ ഓർക്കുകയാണ്. ആ ദിവസം നൽകുന്ന പാഠം എന്താണ്? അനറബ്ബുകുമുല്ലാല, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയമ്പുരാൻ എന്ന് പറഞ്ഞിരുന്ന ഫിർഔൻ, ഫറോവയെ അല്ലാഹു തആല നിലംപരിശാക്കിയ ദിവസമാണ്. നിലംപരിശാക്കിയ ദിവസമാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിലും നമ്മൾ ഗർവ് നടിക്കുന്നവരാവാൻ പാടില്ല, തലക്കനമുള്ളവരാവാൻ പാടില്ല, കിബർ നടിക്കുന്നവരാവാൻ പാടില്ല, അഹന്തയുള്ളവരും അഹങ്കാരമുള്ളവരും ആവാൻ പാടില്ല എന്ന വലിയൊരു പാഠമാണ്. രണ്ടാമത് പഠിപ്പിക്കുന്ന പാഠം, മദ്ലൂമിങ്ങളായ ആക്രമിക്കപ്പെട്ട ആളുകൾ, മുസ്തളഅഫീങ്ങളായ ആളുകൾ ഉണ്ടാവും. അവരുടെ പ്രാർത്ഥന അല്ലാഹു തആല കേൾക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വർഷങ്ങളോളം ഇസ്രായേലിയരെ പീഡിപ്പിക്കുമായിരുന്നു ഖിബ്തികൾ എന്ന് പറഞ്ഞ ഫിർഔനിന്റെ ടീം. ആരെ മുഴുവനും തുടച്ചു നീക്കുകയാണ്. ചെങ്കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊന്നുകളയുകയാണ്, മുക്കിക്കളയുകയാണ്. അങ്ങനത്തെവർക്കൊക്കെ അവസാനമായി നാശമാണ് ഉണ്ടാവുക. അത് ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ദിവസത്തെ ഓർക്കാൻ, അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ജനങ്ങളെ ആ ദിവസങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കണം. ആ ദിവസങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രം പഠിക്കണം, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പ്രത്യേകം പറഞ്ഞു നോമ്പനുഷ്ഠിക്കാൻ. ആ ദിവസങ്ങൾ നമ്മൾ നോമ്പനുഷ്ഠിക്കണം. നോമ്പനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം മാസപ്പിറവിയുടെ കാര്യത്തിൽ 2 അഭിപ്രായങ്ങളാണുള്ളത്. ഓരോ ഖാദിമാരും അവർക്ക് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരണങ്ങൾ നടത്തുകയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞു ശനിയും ഞായറുമാണ് 9-ഉം 10-ഉം എന്നാണ് മാസം ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. മറ്റു ചിലർ പറഞ്ഞു ഞായറും തിങ്കളുമാണ്. അപ്പൊ ആരെ പിന്തുടർന്ന് ആർക്കും നോമ്പെടുക്കും. നമ്മൾ ആരെ ഫോളോ ചെയ്ത് നോമ്പെടുത്താലും ആമുന്നാസായ നമുക്ക് ആ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുകയില്ല. അപ്പൊ നമുക്ക് ശനിയും ഞായറും എടുക്കാം, ഞായറും തിങ്കളും എടുക്കും. എന്ത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഈ മാസം മുഴുവനും നോമ്പെടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അഫ്ദലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം, ഏറ്റവും ശ്രേഷ്ഠമായ മാസം. അത് മാത്രമല്ല, 10 ദിവസം പ്രത്യേകം സുന്നത്താണ്. മാസം കാണുന്നതിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഫുഖഹാക്കളെല്ലാം പറഞ്ഞു, ഹദീസിന്റെ വെളിച്ചത്തിൽ 11 കൂടി നിങ്ങൾ നോമ്പെടുക്കണം. അതൊക്കെ എത്രത്തോളം അല്ലെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്രത്തോളം ആപ്റ്റാണ് അവരുടെ ചർച്ച എന്ന് നമ്മൾ വിലയിരുത്തുകയാണ്. അപ്പൊ ശനിയും ഞായറും തിങ്കളും ഒക്കെ ഒന്നിച്ച് നമ്മളൊരു 3 ദിവസം നോമ്പെടുത്താൽ ഒരു ഖിലാഫുമില്ലാതെ എല്ലാ സന്തോഷങ്ങളും നമുക്ക് കിട്ടും. അല്ലാഹു അതൊക്കെ എടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ വസ്സഅ അലാ അയാലിഹി യൗമ അശൂറാ വസ്സഅ അല്ലാഹു അലൈഹി ഫീ സാഇരി സനതിഹി. അശൂറായുടെ ദിവസം മുഹറം 10-ന് കുടുംബത്തിന് വിശാലത ചെയ്താൽ, അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുക, അതാണ് വിശാലത. അങ്ങനെ ചെയ്താൽ നോമ്പെടുക്കുന്ന അവസരത്തിൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കുക നല്ല ഫുഡ്. ഈ വർഷം മുഴുവനും അവന് അതിന്റെ അനുരണനം എന്നോണം സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിവസത്തെ ആദരിക്കുക,
ബഹുമാനിക്കുക, ഇബാദത്തുകൾ ചെയ്യുക. സ്വഹാബത്തെ കിറാമിൽ ചെറിയ കുഞ്ഞു മക്കളെ തന്നെ നോമ്പടിപ്പിക്കുകയും അവർക്ക് കളിക്കാൻ കളിപ്പാവകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഹദീസിൽ കാണാം, ചരിത്രത്തിൽ കാണാം. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യണം. എന്നിട്ട് വൈകുന്നേരം വരെ അവർ കരയാതിരിക്കാൻ അവരെ കളിപ്പിച്ച് നിർത്തും എന്ന് അത്രയും പ്രാധാന്യത്തോടെ കണ്ടിരുന്ന നോമ്പാണ്. അതുകൊണ്ട് താസുവാന്റെയും ആശുറാന്റെയും നോമ്പ് വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ ആളുകളും അത് അനുഷ്ഠിക്കണം. അതുപോലെ അന്നത്തെ ദിവസം ഖുർആൻ പാരായണം, ദിക്ർ കൊണ്ട്, ദുആ കൊണ്ട് സമ്പന്നമാക്കണം. നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി ഒരുക്കണം. അല്ലാഹു എല്ലാവിധ ഖൈറുകളും വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബ് ആ നോമ്പെടുക്കാൻ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി ഈ മുഹറമിനെ സ്വീകരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബ്.